ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. വേറൊന്നുമല്ല, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മഹാനായ ഷെയ്ഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചാണ് കേട്ടോ. കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഞാൻ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. മീഡിയ വൺ ചാനലിന് ഉസ്താദ് കൊടുത്ത ഒരു അടിപൊളി ഇൻ്റർവ്യൂ ആണ് കേട്ടോ കണ്ടത്. ആ ഇന്റർവ്യൂവിൽ ഉസ്താദ് പറഞ്ഞൊരു കാര്യമാണ് ഞാനിവിടെ ഹെഡ്ലൈനായിട്ട് കൊടുത്തിട്ടുള്ളത്, ഐ മീൻസ് തമ്പലൈനായിട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം കാന്തപുരം ഉസ്താദ് മുസ്ലിം ലീഗിലേക്കോ, നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ മുൾമുനയിൽ നിൽക്കുന്നുണ്ടാവുമല്ലേ. അപ്പോൾ ഉസ്താദ് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിലേക്ക് അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഈ അടുത്ത് മിക്ക വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉസ്താദ് മുസ്ലിം ലീഗിലേക്ക് കടന്ന് പോകാനും അവരെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ള മാറ്ററിലേക്ക് ഞാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെറിയൊരു കാര്യം കൂടി പറയാം, നിങ്ങളൊന്ന് കേൾക്കണം. നമ്മുടെ 1-2 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടതിന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് നമ്മുടെ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അള്ളാഹിനെയും അള്ളാഹിൻ്റെ റസൂലിനെയൊക്കെ എന്താ പറയുക, പച്ചയ്ക്ക് ആക്ഷേപിച്ച്, എന്താ പറയുക, പച്ചയ്ക്ക് ചീത്ത പറഞ്ഞ്, അനാവശ്യം പറഞ്ഞ് ഒക്കെ അള്ളാഹിനെ റസൂലിനെയൊക്കെ ചീത്ത പറഞ്ഞ് കാശുണ്ടാക്കുന്ന ഒരുത്തൻ. കാരണം ഇസ്ലാമിനെ വിമർശിച്ച് യൂട്യൂബിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ഒരു പൂമോനാണ് ഈ പറയുന്ന ആരിഫ് ഹുസൈൻ. അപ്പോൾ ഈ ആരിഫ് ഹുസൈൻ ചെയ്ത് കൂട്ടിയ ചില കൊള്ളരായ്മകളും കൊള്ളത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് എൻ്റെ സുഹൃത്തുക്കൾ ആ വീഡിയോ ഒന്ന് കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരിഫ് ഹുസൈൻ ഇങ്ങനെ ഒരിക്കലും വിട്ടുകളയരുത്. അവൻ പറയുന്നത് അള്ളാഹിൻ്റെ റസൂലിനെയാണ്, അത് കേട്ട് നിൽക്കുന്നത് നമ്മൾ ഈമാനുള്ള മുസ്ലിമാണ്. അപ്പോൾ അവനൊരു മറുപടി നമ്മൾ കൊടുക്കേണ്ട പോലെ കൊടുത്തില്ലെങ്കിൽ നാളെ റബ്ബിൻ്റെ മുമ്പിൽ അതിന് കണക്ക് പറയണം. റസൂലുള്ളാനെ അങ്ങനെ എല്ലാവരും വന്ന് റസൂലുള്ളാനെ ചവിട്ടിത്തേക്കുമ്പോൾ, റസൂലുള്ളാനെ എന്താ പറയുക ചീത്ത പറയുമ്പോൾ, റസൂലുള്ള പെണ്ണിമുടിയനാണെന്ന് പറയുമ്പോൾ ഒക്കെ കേട്ട് നിന്ന് അത് സഹിക്കുക, ക്ഷമിക്കുക എന്നുള്ളതൊന്നും റസൂലുള്ള പഠിപ്പിച്ച ക്ഷമയുടെ ഭാഗമൊന്നും അല്ല കേട്ടോ. റസൂലുള്ളാനെ എന്താ പറയുക, റസൂലുള്ളാനെ തെറി വിളിച്ചതിന് സ്വന്തം പിതാവിൻ്റെ വരെ തലവെട്ടിയ സ്വഹാബത്ത് ഉള്ള ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, അഷ്റഫുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട 10 സ്വഹാബത്തിലൊരു സ്വഹാബി, അദ്ദേഹത്തിൻ്റെ പേര് എനിക്കിപ്പോൾ കിട്ടുന്നില്ല. ആ സ്വഹാബി റസൂലുള്ളാനെ ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ സ്വന്തം എന്താ പറയുക പിതാവിനെ വരെ തലവെട്ടിക്കളഞ്ഞു. ആ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനിവിടെ അതിലേക്കൊന്നും ഞാനിവിടെ ആവർത്തിച്ച് കിടക്കുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഉസ്താദ് മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. കാരണം നമുക്കറിയാം, 1989 ഞാൻ ജനിക്കുന്നതിനൊക്കെ ഒരുപാട് മുമ്പാണ് സമസ്ത ഏകദേശം പിളർന്നത്. അപ്പോൾ ഞാൻ ഈ എന്താ പറയുക വാർത്താ മാധ്യമങ്ങൾ യൂട്യൂബിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യം, സമസ്ത രണ്ടായിട്ട് പിളരാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സമസ്തയുടെ ഇടപെടൽ, അതായത് സമസ്തയിൽ രാഷ്ട്രീയം കലരാൻ തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് നമുക്കറിയാം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി, ഈ മുസ്ലിം ലീഗിൽ എല്ലാവരും ഉണ്ട്. എന്താ പറയുക, ജമാഅത്ത്, മുജാഹിദ്, അങ്ങനെയുള്ള എല്ലാ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട എല്ലാ വ്യക്തികളും ഈ മുസ്ലിം ലീഗിലുണ്ട്. മുസ്ലിം ലീഗിന്റെ പല നേതാക്കളും സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാരൊന്നുമല്ല. അതിന്റെ തലപ്പത്ത് വരുന്നത് തെങ്ങന്മാരാണെങ്കിലും, പക്ഷെ അതിലുള്ള പല നേതാക്കന്മാരും സുന്നത്ത് ജമാഅത്തിനെയൊക്കെ തള്ളി പറയുന്നത് സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട ആൾക്കാരൊന്നുമല്ല. ഇങ്ങനെ ഒരു ഒരു കടന്നുകിടച്ചിൽ, ഒരു കടന്നു വരവ് സമസ്തയിൽ വന്നപ്പോൾ, അതായത് മുസ്ലിം ലീഗ് സമസ്തയിൽ ഇടപെട്ട് സമസ്തയുടെ കാര്യങ്ങൾ മുസ്ലിം ലീഗ് തീരുമാനിക്കേണ്ട ഒരു അവസ്ഥ വരെ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയിടത്തോളം AP ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും സമസ്തയിൽ രാഷ്ട്രീയ ഇടപെടൽ വേണ്ട, മുസ്ലിം ലീഗുമായിട്ട് ഒരു കൈകോർത്തുള്ള ഒരു പരിപാടിക്ക് സമസ്ത നിൽക്കണ്ട എന്നുള്ളൊരു പക്ഷം വരികയും, പിന്നീട് അതിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഉള്ളാൾത്തങ്ങളുടെ നേതൃത്വത്തിൽ അടങ്ങുന്ന കുറച്ച് ആളുകൾ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയി AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സമസ്ത ഉണ്ടാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഈ അറിവിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അപ്പോൾ അന്ന് ഉസ്താദ് AP ഉസ്താദ് ഉള്ളാൾത്തങ്ങളൊക്കെ മുസ്ലിം ലീഗിനെ എതിർത്തു. പക്ഷെ ഇന്നിപ്പോൾ ഈ കുറേ 30-35 വർഷം കൂടുതലായതുകൊണ്ട് സമസ്ത പിളർന്നിട്ട്, അപ്പൊ ഇന്നിപ്പോ ഇതാ വീണ്ടും AP വിഭാഗ സമസ്ത ഇതാ വീണ്ടും മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഒരു മാധ്യമ പ്രവർത്തകൻ, എനിക്ക് തോന്നുന്നു മീഡിയ വൺ ചാനലിലെ മാധ്യമ പ്രവർത്തകനാണ്, ആ മീഡിയ വൺ മാധ്യമ പ്രവർത്തകൻ വന്ന ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ AP ഉസ്താദ് പറഞ്ഞു, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് അതിനൊരു വ്യക്തമായ ഒരു കാരണം പറഞ്ഞു. ആ കാരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്
അദ്ദേഹം ചെയ്യുന്നത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു, താൻ വയ്യാതെ കിടന്ന സമയത്ത് നമുക്കറിയാം, കുറച്ച് നാൾ മുമ്പ് ഉസ്താദ് കോഴിക്കോട് ഒരു ഹോസ്പിറ്റലൊക്കെ പെട്ടെന്ന് വയ്യാതായിട്ട് കുറച്ച് ദിവസം ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ താൻ വയ്യാതെ കിടന്ന സമയത്ത് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ ഒരുപാട് നേതാക്കന്മാരൊക്കെ വന്ന് ഉസ്താദിനെ സന്ദർശിച്ചു എന്നൊക്കെ പറഞ്ഞ് ഉസ്താദ് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തുപോട്ടെ. അപ്പൊ ഉസ്താദ് ഇപ്പോ മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞൊരു ഒരു വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും പാഠമായിട്ടുള്ള ഒരു മറുപടി, നമ്മൾ ചിന്തിക്കേണ്ട ഒരു മറുപടിയാണ്. ആ മറുപടി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഉസ്താദ് പറയുന്നത്, നമ്മുടെ രാഷ്ട്രം, മുസ്ലിം എന്ന് പറയുന്ന സമൂഹത്തെ അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന മതത്തെ ചില നമ്മുടെ രാഷ്ട്ര തലവന്മാര് മുസ്ലിങ്ങളെ അങ്ങേയറ്റം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ NRC, SIR ഇതൊക്കെ അതിനൊരു തെളിവാണ്. അപ്പോൾ നമ്മുടെ രാഷ്ട്രം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മുസ്ലിമിനും ഇപ്പൊ എന്താ പറയേണ്ടത്, സ്വന്തം കാലിന്റെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയെന്ന് തന്നെ പറയണം. ആ അവസ്ഥയാണ് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മുസ്ലിമിനും ഉള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ ഒറ്റക്കെട്ടായി നേരിട്ടാലോ നമുക്ക് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിന്റെ ഈ അതിക്രമങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ്, അത് എല്ലാ മുസ്ലിം പാർട്ടികളായാലും ജമാഅത്ത്, മുജാഹിദ്, സുന്നി എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ രാഷ്ട്രത്തിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ ഈ എന്താ പറയാ, ഒരുമിച്ച് മുന്നേറണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഉസ്താദ് പറഞ്ഞത്. അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു സപ്പോർട്ടല്ല, അല്ലെങ്കിൽ ഉസ്താദ് രാഷ്ട്രീയത്തിലേക്ക് പ്രവർത്തിച്ചതോ അല്ല. ഉസ്താദ് മുസ്ലിം ലീഗുമായിട്ട് ഒരു എന്താ പറയാ, ഒരു ടൈപ്പിന് തയ്യാറാവാൻ കാരണം നമ്മുടെ രാഷ്ട്രത്തിൽ നമുക്ക് തുടർന്ന് ജീവിച്ച് പോണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എന്താ പറയാ, ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം കൂടിയേ തീരൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഉസ്താദ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതുകൊണ്ടാണ് ഉസ്താദ് വീണ്ടും ഇത് മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്നതും അവരൊന്നിച്ച് മുന്നേറുന്നതെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയതുള്ളൂ കേട്ടോ. ഇത് ഇത് എൻ്റെ അടുത്ത് മറ്റാരും പറഞ്ഞ കാര്യമല്ല. ഒരു എന്താ പറയാ, ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ, സാധാരണ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് കേട്ടോ. ഇത് ആരും പറയുകയോ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുകയോ ഒന്നുമല്ല. ഞാൻ മനസ്സിലാക്കിയ ജസ്റ്റ് കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ തെറ്റുകളൊക്കെ ഉണ്ടായേക്കാം, ചിലപ്പോൾ ഒരു മിസ്റ്റേക്കുകൾ ഉണ്ടായേക്കാം. കാരണം ഞാൻ വലിയ അറിവുള്ള ഒരാളൊന്നും അല്ല. പിന്നെ വാർത്താ മാധ്യമങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങൾ വെച്ചാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ തെറ്റുകളോ പിഴവുകളോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എന്ന് വന്ന് തെറി വിളിക്കാതെ, ട്രോളാതെ, കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. കാരണം ചില ആൾക്കാർ വന്നിട്ട് വളരെ മോശമായിട്ടാണ് സംസാരിക്കുക. ഇന്നലെ എൻ്റെ ലൈവിലൊക്കെ വന്നിട്ട് പല ആൾക്കാരും പല മോശമായ രീതിയിൽ സംസാരിച്ച് തിരിച്ച് ഞാനും കൊടുത്തു കേട്ടോ. കാരണം എൻ്റെ ലൈവിൽ വന്നിട്ട് തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അപ്പുറത്ത് തെറി വിളിക്കും, അല്ലെങ്കിൽ എൻ്റെ ലൈവിൽ വന്നിട്ട് മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും മോശമായിട്ട് പറയും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ ഗൈസ്.